ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അൻവറിനെ തള്ളി DMK. അൻവറിനെ ഒപ്പം കൂട്ടില്ല, വാഗ്ദാനം നിരസിച്ചു. സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയില്ല. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, DMKയുമായി സഖ്യകക്ഷിയായി ചേർന്ന് പോകുമെന്ന് അൻവർ മാധ്യമങ്ങളോടടക്കം പറഞ്ഞതാണ്. ഇന്ന് നടക്കാൻ പോകുന്ന പൊതുസമ്മേളനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള DMK നേതാക്കൾ ഉണ്ടാകുമെന്നും പറഞ്ഞതാണ്. കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് എന്ന് അൻവർ വ്യക്തമാക്കിയതാണ്. പിന്നീട് എന്താണ് DMK ഇങ്ങനെ മാറ്റി പ്രസ്താവന നടത്താനുണ്ടായ കാരണം? ആര്യ, PV അൻവറിനെ തള്ളിയിരിക്കുകയാണ് DMK എന്താണ് ഈ മണിക്കൂറിലെ ഈ മിനിറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ തന്നെ DMKയിൽ ചേർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് PV അൻവർ തന്നെ ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. DMKയുമായി സഹകരിച്ച് പ്രവർത്തിക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, തൻ്റെ ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് എന്നാണ് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ചെന്നൈയിൽ എത്തിയത് പാർട്ടിയിൽ ചേരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അതിന് ഒരു തരത്തിലുള്ള അംഗീകാരവും അതിനോട് യോജിപ്പില്ല എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ DMK എത്തിയിട്ടുള്ളതെന്നാണ് പുറത്തു വരുന്ന വിവരം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിലായാലും ദേശീയ തലത്തിലായാലും CPM DMKയുടെ സഖ്യകക്ഷിയാണ്. തമിഴ്നാട്ടിൽ ആ സഖ്യത്തിന്റെ ഭാഗമായാണ് കാലങ്ങളായി CPM മത്സരിക്കുന്നത്. ദേശീയ തലത്തിലും ഇന്ത്യ സഖ്യമായി ഈ രണ്ടു പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ നിലവിൽ നേരത്തെ LDFന്റെ MLA ആയിരുന്ന PV അൻവർ ഇപ്പോൾ LDFുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു റിബൽ MLAയെ ഒപ്പം കൂട്ടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് DMK എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ DMK നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് DMK നേതാവായ ഇളങ്കോവൻ, TKS ഇളങ്കോവൻ DMKയുടെ വക്താവാണ്. അദ്ദേഹം തന്നെയാണ് ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഏതായാലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും MK സ്റ്റാലിനുമായും കഴിഞ്ഞ ദിവസം PV അൻവർ കൂടിക്കാഴ്ച നടത്താനുള്ള സമയം തേടിയിരുന്നെങ്കിലും സ്റ്റാലിന്റെ ഓഫീസ് ആ സമയം അനുവദിച്ചില്ല എന്നുകൂടി ഇപ്പോൾ വിവരങ്ങളുണ്ട്. അതുകൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. മറ്റൊന്ന്, സംസ്ഥാന നേതാക്കളുമായി നേരത്തെ PV അൻവർ കേരളത്തിലുള്ള ചില നേതാക്കളുമായി അടക്കം ചർച്ച നടത്തിയിരുന്നു. കേരള സംസ്ഥാന സെക്രട്ടറി AR മുരുകേശനുമായി ചർച്ച നടത്തിയിരുന്നു. മുരുകേശൻ പിന്നീട് അൻവർ നൽകിയ കത്ത് പാർട്ടി നേതൃത്വത്തിന് കൈമാറി, പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിന് കൈമാറി. ഒപ്പം മുരുകേശന്റെ അഭിപ്രായം കൂടി അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആ കത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് AR മുരുകേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അൻവറിനെ കൂടെ കൂട്ടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് DMK എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DMKയുടെ രാജ്യസഭാ അംഗം MM അബ്ദുള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കും, പരിപാടിയിൽ പങ്കെടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു PV അൻവർ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതായത് അൻവറുമായുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ അൻവറുമായുള്ള സൗഹൃദം കഴിഞ്ഞ 15 വർഷമായി തുടരുന്നതാണ്. ചെന്നൈയിൽ എത്തുമ്പോഴൊക്കെ തന്നെ PV അൻവർ താനുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട് എന്ന് MM അബ്ദുള്ള വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇന്നലത്തെ സന്ദർശനം പോലും അത്തരത്തിൽ മറ്റ് താല്പര്യങ്ങളുള്ളതോ അല്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ച അല്ല, ഒരു കേർട്ടസി കോൾ മാത്രമാണ് എന്ന പ്രതികരണമാണ് MM അബ്ദുള്ളയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് PV അൻവറുമായി സഹകരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് DMK എത്തിയിട്ടില്ല. ഏതായാലും അൻവറിന്റെ ലക്ഷ്യം DMKയിൽ പ്രവേശിക്കുക എന്നതായിരുന്നു. അതിന് ഏതായാലും DMK വഴങ്ങിയിട്ടില്ല. മറ്റു തീരുമാനങ്ങൾ ഏതായാലും ഹൈക്കമാൻഡ് എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ PV അൻവറിനെ തള്ളുകയാണ് DMK എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയാണ്. അൻവറിനെ തള്ളിയിരിക്കുകയാണ് DMK. തമിഴ്നാട് DMKയുടെ സഖ്യകക്ഷിയായി തന്റെ പുതിയ പാർട്ടി ഒപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു PV അൻവർ നേരത്തെ. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഈ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. അതോടൊപ്പം ആ വേദിയിൽ DMKയുടെ നേതാക്കന്മാർ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുക്കും എന്നുള്ളതൊക്കെ അൻവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DMK അൻവറിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അൻവറിന്റെ പാർട്ടിയെ തള്ളിക്കൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അൻവറിനെ ഒപ്പം കൂട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് DMK. ഈ ഘട്ടത്തിൽ വാഗ്ദാനം നിരസിച്ചിരിക്കുകയാണ്. സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത്. ER രാഗേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാഗേഷ്, ഇതിപ്പോൾ ഏത് ഘട്ടത്തിൽ എന്ത് വിഷയം കൊണ്ടാകാം അൻവറിന്റെ പാർട്ടിയെ തള്ളുന്നത് DMK എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വലിയ ഒരു ദേശീയ പാർട്ടി പദവിയിലേക്കൊക്കെ മുന്നേറാൻ കാത്തു നിൽക്കുന്ന DMKക്ക് ഇത്തരത്തിൽ അൻവറിന്റെ പാർട്ടിയെ കൂടി ഒപ്പം കൂട്ടാം. അതോടൊപ്പം തന്നെ
ഈ അതിർത്തി മേഖലകളിലെ മലയാളികളുടെയൊക്കെ വോട്ട് അൻവർ വഴി സമ്പാദിക്കാം എന്നുള്ള തരത്തിലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ നോക്കിക്കണ്ടതാണ്. അത്തരത്തിൽ തമിഴ്നാട് DMK അൻവറിനെ ഒപ്പം കൂട്ടുന്നതിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ കൂടി മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള നേട്ടം കൂടി കൈവരിക്കാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടെ കൂട്ടുമെന്നുള്ള തരത്തിലൊക്കെ രാഷ്ട്രീയ വിശകലനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അത്തരത്തിലൊക്കെ നോക്കിക്കണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ ഒപ്പം കൂട്ടുമെന്നുള്ള നിശ്ചയത്തിൽ തന്നെയായിരുന്നു, ആ ഒരു ഉറപ്പിൽ തന്നെ ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. DMK നിരസിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാകാം ആ ഒരു തിരസ്കരണത്തിന് പിന്നിൽ കാരണം? ആര്യ, ഇന്ന് PV അൻവർ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം തന്നെ എടുത്ത് സൂചിപ്പിക്കാം. കാരണം PV അൻവർ ഇന്ന് വ്യക്തമാക്കിയത് തമിഴ്നാട്ടിൽ 39 സീറ്റുകളിൽ DMK മത്സരിച്ചത്, അല്ലെങ്കിൽ DMK മത്സരിച്ച 23 സീറ്റുകളിലാണ്. വേണമെങ്കിൽ DMKക്ക് എല്ലാ സീറ്റുകളിലും മത്സരിക്കാമായിരുന്നു. പക്ഷേ ചെറു പാർട്ടികളെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഒരു വോട്ട് പോലും BJPക്ക് പോകരുത് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് DMK ഇത്തരം വിശാല മനസ്സ് കാണിച്ചതെന്നായിരുന്നു ഇന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ CPM അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്. എല്ലാ മേഖലകളിലും സ്വാധീനമില്ലെങ്കിൽ പോലും ഇടതു പാർട്ടികൾക്ക് ചില പോക്കറ്റുകളിൽ എങ്കിലും തമിഴ്നാട്ടിൽ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് മധുര CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. മധുരയിൽ CPMന് സ്വാധീനമുണ്ട്. കോയമ്പത്തൂരിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ CPM മത്സരിക്കുകയും ഇത്തവണ DMK സീറ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. അവിടെ സ്വാധീനമുണ്ട്. അങ്ങനെ ചില മേഖലകളിലെങ്കിലും CPMന് സ്വാധീനമുള്ള മേഖലകളുണ്ട്. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായി കാലങ്ങളായി DMK സഖ്യത്തിന്റെ ഭാഗമാണ് തമിഴ്നാട്ടിൽ CPM. മൂന്നാമതായി ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന പ്ലാറ്റ്ഫോം രൂപീകരിച്ചുകൊണ്ട് ആ പാർട്ടികളൊക്കെ തന്നെ CPM-ഉം DMK-യും ഒക്കെ തന്നെ അതിലെ പ്രധാനപ്പെട്ട കക്ഷികളാണ്. ഏറ്റവും ഒടുവിലായി സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ PV അൻവർ ഇത്തരത്തിൽ ആരോപണങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയ DMK അടക്കമുള്ള പാർട്ടികളിലേക്ക് ചേക്കാനുള്ള നീക്കം നടത്തിയിട്ടും. പിണറായി വിജയനും MK സ്റ്റാലിനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം, ഊഷ്മളമായ ബന്ധമാണ്. രണ്ടുപേരും മുഖ്യമന്ത്രിമാരുടെ നിലയിൽ ഒരുപക്ഷെ തമിഴ്നാടും കേരളവും തമ്മിൽ ഇത്രമേൽ ഒത്തുപോകുന്ന ഒരു കാലഘട്ടം പോലും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടുണ്ടാകണം DMK. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ തൽക്കാലം പാർട്ടിയിലേക്ക് എടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് DMK എത്തിച്ചേർന്നിട്ടുള്ളത്. അത്തരമൊരു പരാമർശം തന്നെയാണ് DMK നേതാക്കൾ TK ഇളങ്കോവൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. കാരണം റിബൽ സ്വഭാവം അല്ലെങ്കിൽ CPM-മായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ്, LDF-മായി തെറ്റിയിട്ടാണ് ഇപ്പോൾ PV അൻവർ ഇത്തരത്തിൽ DMK-യുടെ അടക്കം ചേരാൻ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ മുന്നണിയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം ഏതായാലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് DMK എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ PV അൻവറിനെ തള്ളുന്ന നിലപാടിലേക്ക് DMK എത്തിയിട്ടുള്ളത്. ഏതായാലും TK ഇളങ്കോവൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ വരാം ഇപ്പോൾ